ഇന്ന് ബിഗ് ബോസിൻ്റേതായിട്ട് ഏറ്റവും രസകരവും ഫണ്ണി ആയിട്ടുള്ള ഒരു പ്രമോ വന്നിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ നിവിൻ ഷാനവാസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സീസൺ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. ചിരട്ടപ്പുട്ട് കഴിച്ച ഒരു സീസൺ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് ഈ സീസണാണ്. അതായത് പൊറോട്ട കഴിച്ച ഒരു സീസൺ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് ഈ സീസണാണ്. അതേപോലെ തന്നെ ഇങ്ങനെ മെലിഞ്ഞുണങ്ങി വന്നിട്ട് ഉരുണ്ട് വീർത്ത് വന്ന ഒരു സീസൺ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ കിട്ടും നമ്മൾ ഷാനവാസ് കണ്ണു നട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയണം, ഒന്നോർത്ത് ചിരട്ടപ്പുട്ട് കഴിച്ചിട്ട് സീസൺ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, സീസൺ 7, അതായത് എൻ്റെ സീസൺ. പൊറോട്ട ഉണ്ടാക്കി കഴിച്ചൊരു സീസൺ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എൻ്റെ സീസൺ 7. അതേപോലെ എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മേലിഞ്ഞുണങ്ങി ഇങ്ങനെ വന്നിട്ട് വീർത്ത് വന്നൊരു സീസൺ വരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതെൻ്റെ സീസൺ. എന്നിട്ട് പറയാം, അതിനേക്കാളൊക്കെ ഈ ഫ്രണ്ട് ഡോറിലൂടെ പുറത്തേക്ക് ഓടിപ്പോയിട്ട് അടുക്കളയിൽ കൂടെ പാത്ത് വന്നൊരു സീസൺ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല, അതും എൻ്റെ സീസണാണ്. അപ്പോൾ നമ്മുടെ ഷാനവാസെ കാര്യം കിട്ടി. ഷാനവാസ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് പറയാം, ശരിയാണ്, മുമ്പിലും ഇതുവരെ ഒരു സീസണിലും എന്താ പറയുക, ഫ്രണ്ട് ഡോറിലൂടെ പോയിട്ട് പുറകത്തെ അടുക്കളയിലൂടെ പാത്തു പതുങ്ങി വന്ന ഒരു സീസൺ വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നെവിനെ ട്രോൾ വേണം. അപ്പോൾ പക്ഷേ നെവിന് പറയാമായിരുന്നു, അതേപോലെ ഒന്നുകൂടി ഉണ്ട്, പാല് വീണിട്ട് ഇങ്ങനെ അറ്റാക്ക് ഉണ്ടായിട്ട് ആൾക്കാർ പുറത്ത് പോയ സീസൺ വേറെ ഉണ്ടായിട്ടില്ല കേട്ടോ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നെവിൻ അതൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നിട്ട് പറയുക, എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടപ്പാടാണ് ഇവിടെ ജീവിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്തൊരു ഇതാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് അല്ല കേട്ടോ, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തൊരു ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫണ്ണിയായിട്ട് പോകണം. ശരിക്കും പറഞ്ഞാൽ ആൾ നല്ലൊരു എൻ്റർടൈനറാണ് ചില സമയങ്ങളിൽ, പക്ഷേ അതേപോലെ ഇറിറ്റേറ്റഡുമാണ് ആൾ. അതാണ് ആളുടെ പ്രശ്നം. ഒരു എൻ്റർടൈനർ മാത്രമായിട്ടാണ് നിൽക്കാൻ ആളെയും കൊണ്ട് ഒരിക്കൽ പറ്റും. ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിൽ നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരാളും, അതേസമയം മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഇത്രയും കഴിവുള്ള ഒരാളില്ല. രണ്ടും എക്സ്ട്രീമാണ് ആളില്ല. രണ്ടും എക്സ്ട്രീം. അതായത് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളും എക്സ്ട്രീമാണ്, ഇറിറ്റേഷൻ്റെ കാര്യത്തിൽ എക്സ്ട്രീമാണ്. നമ്മുടെ മുമ്പത്തെ സീസണിൽ റിയാസൊക്കെ ഇറിറ്റേഷന് മാത്രമായിരുന്നു, പ്രൊവോക്കിംഗ് ഗെയിമിന് മാത്രമായിരുന്നു ആൾ എക്സ്ട്രീം എങ്കിൽ ഇവിടെ രണ്ടുമായിട്ടുള്ള ഒരു പവർ പാക്ക് തന്നെയാണ്. പക്ഷേ അത് ചില നേരങ്ങളിൽ കൈവിട്ട് പോകുമ്പോൾ ലാസ്റ്റ് 2 വീക്സൊക്കെ ആൾ ഭയങ്കര ഇതായിരുന്നു. എന്താ ഇനിയിപ്പോൾ എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സാനിമോളോടൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊമോയിൽ കാണുന്ന ആളെല്ലാവരുമായിട്ട് സിങ്കായി. അതായത് പഴയ കാര്യങ്ങളൊക്കെ മറന്ന് എല്ലാവരോടും, അതായത് അനിമോളോടും നമ്മുടെ ഷാനവാസിനോടും ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് കാണുന്ന ഒരു നെവിനെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ മണി ടാസ്കിനൊക്കെ ശേഷം മണി ടാസ്ക് ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നെവിൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ മാറി ആ പഴയ ഒരു നെവിനിലേക്ക് തിരിച്ചു വന്നൊരു ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പണപ്പെട്ടി ടാസ്കും കൂടി ഉണ്ടായിരുന്ന ഈ ഒരു സമയത്ത് നെവിൻ ചിലപ്പോൾ എക്സ്ട്രീം ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു ഫണ്ണി മൊമെൻറ്റിലേക്ക് പോകുമായിരുന്നു. പക്ഷേ എന്തായാലും ടാസ്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ആൾക്ക് ആളുടേതായ കുറേ സിഗ്നേച്ചർ കാര്യങ്ങൾ ഈ നമ്മുടെ എന്താ പറയുക ബിഗ് ബോസിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിനകത്ത് വളരെയധികം സന്തോഷത്തോടെയാണ് ആൾ പറയുന്നത്, എൻ്റെ സീസണിൽ എനിക്കിതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നത്.